മനുഷ്യവർഗത്തിന്റെ മോചനത്തിന് വേണ്ടി വചനം മനുഷ്യനായി തീർന്ന ലോകത്തിന്റെ രക്ഷകൻ, ആ പുണ്യാത്മാവിന്റെ കഥയാണ് ഞാൻ അവതരിപ്പിക്കുന്ന കഥ, വിശുദ്ധ ബൈബിൾ. ആ കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിയായ അഗസ്റ്റസ് സീസർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ജനസംഖ്യ എടുക്കുവാൻ ഓരോരുത്തരും അവരവരുടെ ദേശങ്ങളിൽ ചെന്ന് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. നസ്രത്തിലെ ഗലീല പട്ടണത്തിൽ മറിയ എന്ന കന്യകയുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബത്ലഹേം പട്ടണത്തിൽ ജോസഫാണ് കന്യകയായ മറിയത്തിന്റെ പ്രതിശ്രുത വരൻ. ഒരു ദിവസം കന്യകയായ മറിയത്തിന്റെ മുമ്പിൽ ദിവ്യ തേജസ്സായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. കൃപ ലഭിച്ചവളെ, നിനക്ക് സ്തുതി. അയ്യോ, നീ ആരാണ്? ഞാൻ ദൈവത്തിന്റെ ദൂതൻ. എന്താണ് നിനക്ക് വേണ്ടത്? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. എന്ത്? കന്യകയായ ഞാനൊരു മകനെ പ്രസവിക്കുമെന്നോ? അതെ, നീ പ്രസവിക്കുന്ന മകൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്നവനെ വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പുരുഷ സ്പർശനമേൽക്കാത്ത ഞാനെങ്ങനെ മകനെ പ്രസവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തിയാൽ ജനിക്കുന്ന വിശുദ്ധ പുത്രൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവദൂതൻ അപ്രത്യക്ഷനായി. മറിയ ഗർഭിണിയായി. ജോസഫ് തന്റെ മുറിക്കുള്ളിൽ ചഞ്ചല ചിത്തനായി ഉലാത്തുന്നു. എന്ത്? താൻ വിവാഹം കഴിക്കാൻ പോകുന്ന മറിയ ഗർഭിണിയെന്നോ? ഈ അപമാനം ഞാൻ എങ്ങനെ സഹിക്കും? ആരും അറിയാതെ അവളെ ഉപേക്ഷിക്കുക. ഇല്ല, സഹിക്കില്ല ഇന്നീ അപമാനം. തെല്ലുമീതൊട്ടും സഹിക്കയില്ല. ഇല്ല, സഹിക്കില്ല ഇന്നീ അപമാനം. തെല്ലുമീതൊട്ടും സഹിക്കയില്ല. ഇല്ലിനി വേണ്ട ത്യജിക്കുന്നവളെ ഞാൻ. ഇല്ലതിൽ മാറ്റം ഒരിക്കലും നിശ്ചയം. ഇല്ലിനി വേണ്ട ത്യജിക്കുന്നവളെ ഞാൻ. ഇല്ലതിൽ മാറ്റം ഒരിക്കലും നിശ്ചയം. ജോസഫ് ഉറങ്ങിക്കിടന്ന മുറിക്കുള്ളിൽ അത്ഭുതകരമായൊരു പ്രകാശം. കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ജോസഫ്, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളാൻ നീ ശങ്കിക്കണ്ട. അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായിരിക്കുന്നത്. കന്യക പ്രസവിക്കുന്ന മകന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടണം. നേരം പ്രഭാതമായപ്പോൾ ജോസഫ് മറിയയുടെ വീട്ടിലെത്തി. മറിയെ, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തി. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന സത്യം ഞാൻ അറിയുന്നു. ഗർഭിണിയായ മറിയയും കൊണ്ട് ജോസഫ് 120 കിലോമീറ്റർ അകലെയുള്ള ജെറുസലേം പട്ടണത്തിലേക്ക് യാത്രയായി. വളരെ വൈകിയെത്തിയ അവർക്ക് ആ രാത്രി അന്തിയുറങ്ങാൻ സ്ഥലം കിട്ടിയില്ല. പ്രസവ വേദനയാൽ പിടയുന്ന തന്റെ ഭാര്യയും കൊണ്ട് ജോസഫ് പല വാതിലുകളും മുട്ടി. എന്റെ ഭാര്യ ഗർഭിണിയാണ്. ഈ രാത്രി തലചായ്ക്കാൻ മാത്രം കുറച്ച് സ്ഥലം തരൂ. ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വന്നവരാണ്. ആരാ നിങ്ങൾ? പോകൂ, ഇവിടെ സ്ഥലമില്ല. ക്ഷീണിച്ചുറങ്ങുന്ന യാത്രക്കാരെ ശല്യപ്പെടുത്താതെ കടന്നു പോകൂ. ഓരോ സത്രക്കാരും വാതിലുകൾ വലിച്ചടയ്ക്കുന്നു. വേച്ച് വേച്ച് നടന്നു പോകുന്നു ജോസഫും മറിയയും. അന്തിയുറങ്ങുവാൻ ആ പാതിരാനേരം ആശ്രമവാതിലിൽ മുട്ടിടുന്നു. അന്തിയുറങ്ങുവാൻ ആ പാതിരാനേരം ആശ്രമവാതിലിൽ മുട്ടിടുന്നു. ഇല്ലില്ല നിങ്ങൾക്ക് ഇവിടെ കഴിയുവാൻ സ്ഥലം പോലും ബാക്കിയില്ല. സ്ഥലം പോലും ബാക്കിയില്ല. അകലെ ഒരു തിരുവട്ടം കാണുന്നു. ജോസഫും മറിയയും തിരുവട്ടം കണ്ട സ്ഥലത്തേക്ക് നടന്നിരുന്നു. അതൊരു പശുത്തൊഴുത്തായിരുന്നു. ആ കാലിത്തൊഴുത്തിൽ ദൈവം മനുഷ്യനായി പിറന്നു. അവൻ തന്റെ ജനത്തെ മുഴുവൻ രക്ഷിക്കാനിരിക്കെ കൊണ്ട് യേശു എന്ന് പേര്. ആ പാതിരാത്രിയിൽ ഒരു സംഘം ആട്ടിടയർ തങ്ങളുടെ ആടുകളെ കാത്ത് വെളിയിൽ കിടന്നുറങ്ങുന്നു. അവർക്ക് ചുറ്റും അത്യുജ്വലമായ ഒരു പ്രകാശം. ഭയന്ന് പറച്ചവർ പിടഞ്ഞെണീറ്റു. അയ്യോ, എന്താണിത്? എന്താണിത്? കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷനായി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം നിങ്ങൾ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കെന്നും സമാധാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം മനുഷ്യനായി തീർന്നു, ഈശ്വരപുത്രൻ ജനിച്ചതാ. വചനം മനുഷ്യനായി തീർന്നു, ഈശ്വരപുത്രൻ ജനിച്ചതാ. അവിതർക്കിതമാം ചരിത്ര സത്യം പ്രത്യക്ഷത്തിൽ പൂർണിമയായി. അവിതർക്കിതമാം ചരിത്ര സത്യം പ്രത്യക്ഷത്തിൽ പൂർണിമയായി. കിഴക്കൊരു അപൂർവ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. 3 ജ്യോതിശാസ്ത്രജ്ഞർ നക്ഷത്രം പോകുന്ന ദിക്ക് നോക്കി യാത്ര തുടർന്നു. അവർ ഹെരോദ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. പ്രഭോ, ഞങ്ങൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന വാന നിരീക്ഷകരാണ്. ഭാവി രാജാവായി പിറന്ന കുഞ്ഞെവിടെ? എന്ത്? ഭാവി രാജാവായി കുഞ്ഞ് പിറന്നു? അങ്ങനെ ഈ കൊട്ടാരത്തിൽ ഒരു കുഞ്ഞും പിറന്നില്ലല്ലോ. ഇല്ലേ? ഭാവി രാജാവിനെ അനുസ്മരിപ്പിക്കുന്ന ദിവ്യ നക്ഷത്രം കണ്ടാണ് ഞങ്ങൾ വന്നത്. ഹെരോദ രാജാവ് ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി. ഇവർ പറയുന്നത് സത്യമോ? എങ്കിൽ അതെവിടെ സംഭവിച്ചു? പ്രഭോ, യഹൂദിയിലെ ബത്ലഹേമിൽ വാന നിരീക്ഷകരെ പോകുവിൻ. ആ കുഞ്ഞിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരൂ. അങ്ങനെ എനിക്ക് പിന്നാലെ ഒരു രാജാവ് ജനിച്ചുവെങ്കിൽ അവനെ എനിക്കും നമസ്കരിക്കണം. വാനനിരീക്ഷകർ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദിവ്യ തേജസ്സുള്ള ഈശോയെ കണ്ടു, വണങ്ങി. മുഖത്ത് ദിവ്യപ്രകാശം കണ്ട അവർ വിസ്മയിച്ചു. പൊന്നും കുന്തിരിക്കവും കാഴ്ചവെച്ചു. മാലാഖയുടെ നിർദ്ദേശപ്രകാരം ഹെരോദാവിനെ കാണാതെ ശാസ്ത്രജ്ഞർ മറ്റൊരു വഴിക്ക് സ്ഥലം വിട്ടു. ആരെവിടെ? അടിയൻ അടിയൻ. ആ വാനനിരീക്ഷകർ മടങ്ങി വന്നില്ല. എനിക്ക് ഭീഷണിയായി ഒരു രാജാവും ഈ ബത്ലഹേം പട്ടണത്തിൽ ജീവിക്കാൻ പാടില്ല. ബത്ലഹേമിലും പരിസരങ്ങളിൽ വസിക്കുന്ന 2 വയസ്സിന് താഴെയുള്ള എല്ലാ ശിശുക്കളെയും കഴുത്തറുത്ത് കൊല്ലൂ. അതാ ഊരിപ്പിടിച്ച പടവാളുകളുമായി റോന്തു ചുറ്റുന്ന പടയാളികൾ. അവർ ബത്ലഹേമിലെ ഓരോ വീടുകളിലും കുതിച്ചു കയറി. ഉറങ്ങിക്കിടന്ന ചോര കുഞ്ഞുങ്ങളുടെ 2 കൈയും ചേർത്ത് പിടിച്ച് കുരുന്ന് ശിരസുകൾ അറുത്തു മാറ്റുന്നു. വെച്ചമ്മമാരുടെ നെഞ്ചത്തുറങ്ങിക്കിടന്ന കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വാങ്ങി കഴുത്തറുക്കുന്നു. അമ്മമാരുടെ നിലവിളി ബത്ലഹേം പട്ടണത്തെ മുഴുവൻ നടുക്കി. വെട്ടിത്തിളങ്ങുന്ന മാൽമുനത്തുമ്പിൽ കോർത്തു നിർത്തുന്നു ചോരക്കിടാങ്ങളെ. ചോരക്കിടാങ്ങളെ ചോര ഞരമ്പിനെ ചോരന്മാരാകെ കവർന്നെടുത്തു. ചോരക്കിടാങ്ങളെ ചോര ഞരമ്പിനെ ചോരന്മാരാകെ കവർന്നെടുത്തു. പെറ്റമ്മമാരുടെ നിർജീവരോധനം ആർക്കും സഹിക്കുവാനാവതില്ല. ബത്ലഹേം പട്ടണം മുഴുവൻ ചോരക്കളമായി മാറി. തന്റെ പ്രതിയോഗിയായ കുഞ്ഞും ഈ കൂട്ടത്തിൽ മരിക്കുമെന്ന് ഹെരോദാവ് കരുതി. മാലാഖയുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെയും കൊണ്ട് ജോസഫും മറിയയും ഈജിപ്തിലെത്തി. ഈജിപ്തിൽ ഒരു കൊച്ചു വീട്ടിൽ യേശു വളർന്നു. യേശുവിന് 12 വയസ്സുണ്ട്. 12 വയസ്സുള്ള യേശുവിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നും അവൻ 60 വയസ്സിന്റെ പക്വതയുണ്ടെന്ന്. അതാ വരുന്നു ഈശോ. ചേതോഹരമാം മുഖത്തു സ്വർഗീയമാം തേജസ്സുണർന്ന ലോലമിഴിയും. ചേതോഹരമാം മുഖത്തു സ്വർഗീയമാം തേജസ്സുണർന്ന ലോലമിഴിയും. നോക്കിലും വാചാലമാകുമാ വാക്കിലും ആത്മീയമാമേതോ ഭക്ഷ്യശക്തി. നോക്കിലും വാചാലമാകുമാ വാക്കിലും ആത്മീയമാമേതോ ഭക്ഷ്യശക്തി. ഈശോയെ വധിക്കുവാൻ കൽപ്പനയിട്ട ഹെരോദ രാജാവ് മരിച്ച വിവരമറിഞ്ഞ ആ കുടുംബം ഈജിപ്തിൽ നിന്ന് സ്വന്തം നാടായ നസ്രത്തിൽ തിരിച്ചെത്തി. പെസഹ പെരുന്നാളിന് പതിവ് പോലെ യേശുവും മാതാപിതാക്കളും ജെറുസലേമിലെ പ്രാർത്ഥനാലയത്തിൽ പോയി. ആഘോഷ പരിപാടികൾ കഴിഞ്ഞ് യേശു കൂടെയുണ്ടെന്ന് കരുതി ജോസഫും മറിയയും മൈലുകൾ കടന്നുപോയി. ജനക്കൂട്ടത്തിൽ തന്റെ മകനില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇരുവരും പ്രാർത്ഥനാലയത്തിൽ ചെന്നു. പുരോഹിതന്മാരുടെയും ഉപദേഷ്ടാക്കളുടെയും മധ്യത്തിരിക്കുന്നു 12 വയസ്സുള്ള മിശിഹ. ക്രിസ്തുവിന്റെ ചോദ്യങ്ങൾ കേട്ട് അമ്പരക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ, മോനെ, നീ ഞങ്ങളെ ഭയപ്പെടുത്തിയല്ലോ, വരൂ നമുക്ക് പോകാം. അമ്മേ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊപ്പം വന്നാലും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ
വീണ്ടും ഞാൻ വരേണ്ടതാണ്. യേശു പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ക്രിസ്തു അപ്പനും അമ്മയ്ക്കും വിധേയനായി ജീവിതം നയിച്ചു. 30-ാം വയസ്സിൽ ക്രിസ്തു പരസ്യ ശുശ്രൂഷയ്ക്കിറങ്ങി. യഹോവയുടെ ദിവ്യ തേജസ് ക്രിസ്തുവിൽ പ്രതിഫലിച്ചു. പന്തിയോസ് പീലാത്തോസ് യൂദയ ഭരിക്കുന്ന കാലം. അതാ വരുന്നു സക്കറിയായുടെ പുത്രൻ സ്നാപക യോഹന്നാൻ. വെള്ളിത്താടി തലമുടിയും ഒട്ടകരോമക്കുപ്പായം, വെള്ളിത്താടി തലമുടിയും ഒട്ടകരോമക്കുപ്പായം, മൃഗചർമ്മം അരപ്പട്ടയുമായി നീട്ടി വളർത്തിയ ദീക്ഷിതയും, മൃഗചർമ്മം അരപ്പട്ടയുമായി നീട്ടി വളർത്തിയ ദീക്ഷിതയും, വെള്ളിത്താടി തലമുടിയും ഒട്ടകരോമക്കുപ്പായം, ഒട്ടകരോമക്കുപ്പായം, ഒട്ടകരോമക്കുപ്പായം. അദ്ദേഹത്തിന്റെ ആഹാരം വെട്ടിക്കിളിയും കാട്ടുതേനും. യോഹന്നാൻ ഉറക്കെ വിളിച്ച് പ്രസംഗിക്കുന്നു. വഴിയൊരുക്കുവിൻ, നിങ്ങൾ വഴിയൊരുക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ. വഴിയൊരുക്കുവിൻ, നിങ്ങൾ വഴിയൊരുക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ. കർത്താവിൻ പാതയിൽ യാത്ര ചെയ്യുവിൻ, വിളതരാത്ത ചെടികളൊക്കെ വെട്ടി വീഴ്ത്തുവിൻ. കർത്താവിൻ പാതയിൽ യാത്ര ചെയ്യുവിൻ, വിളതരാത്ത ചെടികളൊക്കെ വെട്ടി വീഴ്ത്തുവിൻ. വഴിയൊരുക്കുവിൻ, നിങ്ങൾ വഴിയൊരുക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ. മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ, മാനസാന്തരം നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇതാ എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എനിക്ക് മുൻപനായിരുന്നവൻ തന്നെ. ഞാനോ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാലും തീയിനാലും നിങ്ങളെ ജ്ഞാനസ്നാനം ചെയ്യും. അവൻ ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് അവന്റെ പാത പിന്തുടരൂ. സ്നാപക യോഹന്നാൻ യോർദാൻ നദിയിൽ മുക്കി ജനങ്ങളെയെല്ലാം ജ്ഞാനസ്നാനം കഴിപ്പിക്കുന്നു. ക്രിസ്തു അവിടെ ചെന്നു. അയ്യോ, ഇതാര്? നിന്നാൽ സ്നാനമേൽക്കേണ്ട ഞാൻ നിന്നെ സ്നാനം കഴിപ്പിക്കുവോ? യോഹന്നാൻ, ഇതെന്റെ കൽപ്പനയല്ല, ദൈവത്തിന്റെ ആജ്ഞ. ക്രിസ്തു സ്നാപക യോഹന്നാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. 40 രാവും 40 പകലും സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ദൂതന്മാർ പരിചരിക്കുന്നു. അതാ കബർന്ന ഭൂമിയിലേക്ക് യാത്രയാകുന്നു ക്രിസ്തുദേവൻ. വഴിയോരത്ത് 2 പേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു സ്നാപക യോഹന്നാൻ. ക്രിസ്തു അവരോടായി ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? ഗുരു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? എന്നെ അനുഗമിക്കൂ, കണ്ടെത്താം. ഷീമോൻ പത്രോസും അന്ത്രയോസും ക്രിസ്തുദേവനെ പിന്നാലെ ചെന്നു. ക്രിസ്തു അവരെ 2 പേരെയും ശിഷ്യന്മാരാക്കി. ഗലീലയിലൂടെ അവർ നടക്കുമ്പോൾ കുറെ പേർ വല വീശുന്നു. പത്രോസും അന്ത്രയോസും വിളിച്ചു പറഞ്ഞു, എടാ യാക്കോബേ, യോഹന്നാൻ, ഫിലിപ്പോസ്, അവരെ വിളിക്കൂ. ബർത്തലോമായും തോമസും ചുങ്കക്കാരൻ മത്തായും ആൽഭായുടെ മകൻ യാക്കോബും തദ്ദായി ശിമയോനും യൂദാസും ഓടിക്കൂടി. എന്താടാ പത്രോസെ? ഞാൻ പറഞ്ഞില്ലേ മിശിഹ, ക്രിസ്തു ഇതാ നിൽക്കുന്നു. സകലതും വലിച്ചെറിയൂ, നമുക്ക് അവനെ അനുഗമിക്കാം. 12 അപ്പോസ്തലന്മാരും ക്രിസ്തുദേവന്റെ അനുയായികളായി. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പോൾ പച്ചവെള്ളം വീഞ്ഞാക്കിയ ക്രിസ്തുവിൽ ശിഷ്യന്മാർ കൂടുതൽ വിശ്വസിച്ചു, അത്ഭുതപ്പെട്ടു. ക്രിസ്തുവും അപ്പോസ്തലന്മാരും യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിന് ജെറുസലേമിലെ പ്രാർത്ഥനാലയത്തിൽ ചെന്നു. പ്രാർത്ഥനാലയത്തിൽ കച്ചവടക്കാരുടെ ബഹളം. കയർ കൊണ്ടുണ്ടാക്കിയ ചമ്മട്ടി ക്രിസ്തുദേവൻ വീശിയടിച്ചു. എല്ലാവരും ഓടി. യഹൂദന്മാർ കോപാകുലരായി. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരധികാരം തന്നു? യേശു അവരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കുവിൻ, ഞാൻ 3 ദിവസം കൊണ്ട് പണിയും. 46 സംവത്സരം കൊണ്ട് പണിതുയർത്തിയ ഈ മന്ദിരം 3 ദിവസം കൊണ്ട് പണിയുകയോ? അവൻ തന്റെ ശരീരത്തെ കൊണ്ടുള്ള മന്ദിരത്തെയാണ് പറഞ്ഞത്. ക്രിസ്തുവും സ്നേഹിതന്മാരും ബെഥസ്ദാ കുളത്തിനരികിലെത്തി. ആ കുളക്കരയിൽ 5 മണ്ഡപമുണ്ട്. പല വ്യാധിക്കാർ, കുരുടർ, ചെകിടർ, മുടന്തർ, പക്ഷപാതക്കാർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം മണ്ഡപത്തിന് ചുറ്റും കാത്തു കിടക്കുന്നു. ഉത്സവ ദിവസം ഈ കുളത്തിൽ ദൂതൻ വന്ന് വെള്ളം കലക്കും. വെള്ളം കലങ്ങിയാൽ ആദ്യം ഇറങ്ങുന്നവന് ഏത് വ്യാധി പിടിച്ചവനായാലും അവന് സൗഖ്യം വരും. 38 വർഷമായി പക്ഷപാതം പിടിപെട്ട് കുളത്തിൽ ഇറങ്ങാൻ കാത്തു കിടക്കുന്ന ഒരു രോഗിയെ യേശു കണ്ടു. എന്താ, നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? ഉണ്ട്, ഉണ്ട് ഗുരു. വെള്ളം കലങ്ങുമ്പോൾ ഞാൻ ഇറങ്ങാൻ ചെല്ലും. എന്നെ പിടിച്ചു മാറ്റി മറ്റുള്ള